അസ്സലാമു അലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ കാണുന്ന കുരുപൊട്ടിക്കുമ്പോൾ സുഖമുണ്ടല്ലോ. പായസം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വലിയ കാര്യമാണ്. അതിൽ അരവണ പായസം എന്ന് പറഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഇഷ്ടമായിരുന്ന സമയത്ത് ഈ സാധനം ഹറാമായിരുന്നു, നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. ഒന്ന് രണ്ട് തവണയൊക്കെ കഴിച്ചിട്ടുണ്ട്. കഴിച്ചപ്പോൾ ഭയങ്കര കുറ്റബോധമായിരുന്നു, നരകത്തിൽ പോലും പറഞ്ഞിട്ടെ. ഇപ്പൊ പിന്നെ ആ പേടിയൊന്നുമില്ല. അങ്ങനെ കുറെ നമ്മള് കുറികൾ ഉണ്ടാക്കിയതാണല്ലോ. ഇപ്പൊ ഏതായാലും ഒരു അരവണ പായസം നമുക്ക് കിട്ടി, അതൊന്നും എടുത്തു. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, ഒരു അയ്യപ്പ ഭക്തനായ ഒരു വ്യക്തി, ഇവനക്ക് അറിയുന്ന ആളായിരിക്കും, അയാൾ പോയിട്ട് അയാളുടേതായിട്ടുള്ള രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ഒരു പായസം വാങ്ങിയിട്ട് ഇവനെ കൊണ്ട് കൊടുക്കുന്നു. ആ പായസം കഴിക്കുമ്പോൾ പോലും നമ്മുടെ മുസ്ലിങ്ങളെ ആ ഹൈന്ദവ സമൂഹത്തിലേക്ക് ശത്രുവായി വെക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും മറ്റേ മനസ്സൊക്കെ എന്താണെന്ന്. ഇത് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എനിക്കിത് മനസ്സിലാകുന്നില്ല. എത്രയോ മുസ്ലിങ്ങൾ, ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഹൈന്ദവരായിട്ട് കണക്ഷനില്ലേ, എത്ര ആൾക്കാർ സഹായിക്കുന്നുണ്ട്, ഏതൊക്കെ രീതിയിൽ. 40% കേരളത്തിൽ മുസ്ലിങ്ങളാണ്. നിങ്ങൾ മനസ്സിലാക്കണം, 40%. ഇത്രയും 40%, അത് ഗൾഫ് കൺട്രിയിൽ ഇഷ്ടം പോലെ കാശുകൾ വരുന്നത്. ഇന്ന് കേരളത്തിൻ്റെ സമ്പത്ത് വളരാൻ തന്നെ മുസ്ലിങ്ങൾ വലിയൊരു കാരണമാണ്. കഷ്ടപ്പെട്ട് അവിടെ പോയി നിന്ന് അധ്വാനിച്ചിട്ട് ആ പൈസ കംപ്ലീറ്റ് നാട്ടിലേക്ക് വിട്ട് നാട്ടിലുള്ള ഒരുപാട് ഹൈന്ദവർ ഉൾപ്പെടെ എല്ലാ മതക്കാർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ വരുമാനം തരുന്നുണ്ട്, ജോലി തരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഹൈന്ദവരുമുണ്ട്. നമ്മൾ ഇത്രയും കണക്ഷനിൽ പോയിട്ടിരിക്കുമ്പോൾ പോലും ഇതുപോലെയുള്ള വ്യക്തികൾ വന്നിട്ട് തികച്ചും മുസ്ലിങ്ങളെ ശത്രുവശത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പായസത്തിനെ പോലും എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു എന്നുള്ളത്. അതും പ്രത്യേകിച്ച് ഈ ഒരു പായസം ഒന്ന് ആലോചിച്ച് നോക്കൂ. അയ്യപ്പൻ്റെ ഒരു സമ്മാനം എന്ന് വേണമെങ്കിൽ കണക്കാക്കാം. അയാളുടെ ഒരു പ്രാർത്ഥനയുടെ പ്രതിഫലമാണ് ഈ ഒരു പായസം. ആ പ്രതിഫലം പോലും ഇവൻ ഇല്ലാതാക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല. ഇതിനെപ്പോലും ഒരുപാട് ഹൈന്ദവ സമൂഹം സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നത് എനിക്ക് മനസ്സിലായില്ല. ഇവനെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ ഒരു കലാപമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവനെ സപ്പോർട്ട് ചെയ്യുന്നത്? അപ്പം ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. ചില ഉസ്താദുമാർ വന്നിട്ട് പറയുന്നുണ്ട് ഇത് ഹറാമാണ്, അത് ഹറാമാണ്, സെറ്റ് സാരി കൊടുത്തരുത്, ഓണത്തിന് പങ്കെടുക്കരുത്. അതൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. അത് അയാളുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ്. അതൊരിക്കലും ഒരു മുസ്ലിം സമുദായത്തിൻ്റെ അഭിപ്രായമല്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് മുസ്ലിമും ഹൈന്ദവരും ഒരുപാട് വിട്ടു നിൽക്കുന്നുണ്ടോ പല കാര്യത്തിൽ. പക്ഷെ അവിടെ അങ്ങനെയുണ്ടോ? ഇപ്പം എനിക്കിന് എത്ര സുഹൃത്തുക്കളുണ്ട്. ഗുരുവായൂരിലേക്ക് എൻ്റെ സുഹൃത്ത് നമ്മുടെ രാമകൃഷ്ണനൊക്കെ പോയിട്ട് നമുക്ക് പ്രസാദവും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ തരാറുണ്ട്. ഇതൊന്നും നമ്മളതൊന്നും എന്താ പറയുക, അങ്ങനത്തെ രീതിയിൽ എടുക്കാതെ നമ്മൾ നോർമലായിട്ട് നമ്മൾ കഴിച്ചിട്ട് നമ്മളത് പോകും. പക്ഷേ ഇവനൊക്കെ ഈ ഒരു സാധനം കിട്ടുമ്പോൾ അതിനെ പോലും ഉപയോഗിക്കുന്നു, മുസ്ലിമിനെ ശത്രുവശത്ത് വെക്കുന്നു, മുസ്ലിമിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ഒരു പ്രചോദനം ഉണ്ടാക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഈ വീഡിയോ ഇവൻ്റെ സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് ഹൈന്ദവരായ ആളുകളിലേക്ക് മുസ്ലിങ്ങളുടെ വെറുപ്പ് വന്ന് ഒരു ദിവസം താടിയും തൊപ്പിയും വെച്ച ആളുകൾ അല്ലെങ്കിൽ ഫർത്തട്ട ഒരു പെണ്ണിനെ കാണുമ്പോൾ ആക്രമിക്കാനൊക്കെ സാധ്യതയില്ലേ? എന്തുകൊണ്ട് മുസ്ലിം സമൂഹം നോക്കി നിൽക്കുന്നത്? ഒരു പ്രതിഷേധമില്ല. പറയാൻ പോയി കഴിഞ്ഞാൽ ഇവർ കമൻറ്റിൽ പറയും ഇവിടെ മൊത്തം തീവ്രവാദികളും മറ്റത് മറിച്ചത് ആനയാണ് അമ്പഴങ്ങയാണെന്നൊക്കെ പറയും. ഇവൻ എന്തെല്ലാം പറയുന്നു, അള്ളാഹുവിനെ കുറിച്ച് പറയുന്നു, നബീനെ കുറിച്ച് പറയുന്നു, ഇസ്ലാമിനെ കുറിച്ച് പറയുന്നു, മുസ്ലിങ്ങളെ പച്ചയ്ക്ക് പറയുന്നു. എന്നിട്ട് ഇവനക്കെതിരെ ഒരു പ്രതിഷേധമില്ല, ഇവനെ ഒന്നും ചെയ്യുന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കും. പക്ഷെ ഒരു ദിവസമുണ്ട്, നമ്മൾ പറയല്ലേ ഏത് മക്കൾക്കും ഒരു ദിവസം, അതുപോലെ ഇവനൊക്കെ ഒരു ദിവസം വരും. അന്ന് എല്ലാ മുസ്ലിങ്ങളും ഹാലളയിട്ടേക്ക് നിൽക്കുക. ഇവനെ പിടിച്ചിട്ട് ഇവൻ്റെ ടൗസർ ഇവൻ്റെ പാറ്റ് ഊരിയിട്ട് ഇവനെ ഷഡ്ഡിയോടെ നിർത്തി കേരളത്തിനകത്ത് തല്ലി ഓട്ടിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. അത് നമ്മൾ കാണാൻ പോകുന്നതോട് സോഷ്യൽ മീഡിയയിൽ വരികയും ചെയ്യും. അന്ന് ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുത്തനും ഇവൻ്റെ പുറകുണ്ടാവില്ല. അതിൽ ഒരു മാറ്റവുമില്ല. അതിനുള്ള എല്ലാ പരിപാടിയും നോക്കും. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കും പ്രിയ സുഹൃത്തുക്കളെ, അയ്യപ്പൻ്റെ ഒരു പ്രസാദം കിട്ടിയിട്ട് ആ പ്രസാദത്തിനെ പോലും ഇവൻ മുസ്ലിങ്ങൾക്കെതിരെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുക? നിങ്ങൾ മനസ്സാക്ഷി വെച്ചൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിൽ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ മതത്തിനുള്ളിൽ പല ആളുകൾക്ക് പല അഭിപ്രായം ഉണ്ടാവും. അതൊന്നും നമ്മൾ ന്യായീകരിക്കുന്നില്ല. ഇപ്പം നമ്മൾ ഒരു BJP പാർട്ടി എടുത്ത് നോക്കിയോ, ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് വർഗീയത പറയുന്നവരില്ലേ. അതുകൊണ്ട് ഈ പാർട്ടി മൊത്തം അങ്ങനെയാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. മനസ്സിലായി? ചില ആളുകൾ അത് പറയുന്നത് കൊണ്ട് നമുക്ക് എല്ലാം അങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? അത്ര നല്ല പ്രവർത്തകരില്ലേ? അപ്പോൾ
പലതിലും പല രീതിയിലും പല ആളുകളും ഉണ്ടാവും. അത് നമ്മൾ അങ്ങനെ കണക്കാക്കാം. പക്ഷെ ഇവൻ നമ്മൾ തമ്മിൽ അടി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം നിരന്തരം. ഇവൻ്റെ ലേറ്റസ്റ്റ് ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഞാൻ ഈ വീഡിയോ പ്രതികരിച്ചിട്ടില്ല, അതുകൊണ്ട് മാത്രമാണ് ഇതിനെതിരെ ഞാൻ പ്രതികരിക്കുന്നത്. ഒരു ദിവസം ആരിഫ് ഹുസൈനെ നീ കണക്കാക്കിക്കോ, നിനക്കൊരു ദിവസം അടി ഉറപ്പായിട്ടിട്ട് അത് മുസ്ലിം സമൂഹം തന്നെ നിനക്കിട്ട് തരും. കാരണം നീ അത്ര മാത്രമാണ് ഇവിടെ ഒന്നായിട്ട് ജീവിക്കുന്ന ഹൈന്ദവരായിട്ടുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് നീ വർഗീയത കുത്തിക്കൊണ്ടേയിരിക്കുന്നത്. നീ എത്ര ദിവസം പോകും ഇങ്ങനെ? നീ കുറേ നീ ശ്രമിച്ചിട്ടുണ്ട്, കുറേ നോക്കുന്നുണ്ട്. പക്ഷെ ഒരു പരിധി വരെ ഒന്നും നടക്കുന്നില്ല എന്ന് മാത്രമാണ്. എന്നിട്ട് നീ പുതിയ പുതിയ രീതിയിൽ പുതിയ വിഷയവുമായിട്ട് പുതിയ വിഷവുമായിട്ടൊക്കെ വരുന്നത് എന്നിട്ട് നടക്കുന്നില്ല. നീ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം എല്ലാവർക്കും ഉണ്ടാവും, ഒരു ദിവസം നിനക്കും ഉണ്ടാവും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇവനെ നിങ്ങൾ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് പറയുക. ഇപ്പം നിങ്ങൾ ചില ആളുകൾ കമൻറ്റിൽ പറയും ഇത് തീവ്രവാദികൾക്കെതിരെ അങ്ങനെയെങ്കിൽ. അവൻ അങ്ങനെയല്ല പറയുന്നത്. അവൻ പറയുന്ന ഒരു മതത്തിനെതിരെയും പാവപ്പെട്ട മുസ്ലിങ്ങൾക്കെതിരെയുമാണ് പറയുന്നത്. തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ ഈ മതത്തിൽപ്പെട്ട ചില തീവ്രവാദികൾ അല്ലെങ്കിൽ ചില ആളുകൾ എന്ന് ചിലത് ഉപയോഗിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവൻ അതല്ല, അടിച്ചാക്ഷേപിക്കുകയാണ്. എല്ലാ മുസ്ലിങ്ങൾ പറയണം, ഞാൻ ഉൾപ്പെടെ അതിൽ പെടുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ വന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ ചെയ്യുമ്പോൾ പോലും ഇവനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ നിരന്തരം വന്നിട്ട് ഇതേപോലെ ഒരു മതത്തിനെതിരെ പറയുന്നത് ശരിയാണ്. എന്ത് ന്യായമാണുള്ളത്? എല്ലാ മതത്തിലും അതിൻ്റേതായിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും സ്നേഹങ്ങളും എല്ലാ മതവും ഇവിടെ പരസ്പരം ആൾക്കാരെ സ്നേഹിച്ച് ജീവിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിനുള്ളിൽ പല ആളുകൾ എടുത്തുകൊണ്ട് പല രീതിയിൽ ഉപയോഗിക്കുന്നതൊന്നും ആ മതത്തിൻ്റെ കുറ്റമല്ല, അത് ആ മനുഷ്യരുടെ കുറ്റമാണ്. ഇവിടെ പല ആളുകൾക്ക് അത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായിട്ടുള്ളൊരു കാര്യം, വിഷമമുള്ളൊരു കാര്യം. എന്തായാലും നിങ്ങൾക്ക് ഇവനെ കുറിച്ച് വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിലൂടെ പറയാം. ഇവൻ്റെ ഒരുപാട് ഫാൻസുകളുണ്ട്, നിങ്ങളൊന്ന് മനസ്സിലായിക്കോളൂ. ഇവൻ നാട്ടിനുള്ളിൽ കലാപം ഉണ്ടാക്കാൻ നോക്കണം. കലാപം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും എനിക്കും മാത്രമേ നഷ്ടമുള്ളൂ. ഇവനൊക്കെ ഒരു ചുക്കും സംഭവിക്കുന്നുണ്ട്. ഇവനിപ്പോൾ ജോലി തന്നെ ഇല്ല. ഡോക്ടറിൻ്റെ ആ സർട്ടിഫിക്കറ്റൊക്കെ അവർ പിടുങ്ങി വിട്ട് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പോകേണ്ടതാണ്. പക്ഷെ അതിന് പോകാൻ അത് പണിയും അറിയില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്ത് വീഡിയോ ചെയ്തിട്ട് ആൾക്കാരിലേക്ക് ശത്രുത ഉണ്ടാക്കിയിട്ട് പൈസ ഉണ്ടാക്കുന്നത്. ഇവൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് നമ്മൾ ലൈവിൽ പോയിട്ട് കമൻറ്റ് ഇടണമെങ്കിൽ 250-300 രൂപ ഇവിടുത്തെ പാവപ്പെട്ട ഹൈന്ദവരെ പറ്റിച്ചിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കയ്യിലൊന്നും നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഒരു കമൻറ്റ് അടിക്കാൻ പൈസ ഒന്നും തരേണ്ട ആവശ്യം. പക്ഷേ ഇവൻ്റെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പൈസ കൊടുക്കണം. നിങ്ങൾക്കറിയാലോ, ഒരു മുസ്ലിം അവിടെ കമൻറ്റ് അടിക്കാൻ പോകുന്നില്ല. ഇവിടെ പോകുന്നത് പാവപ്പെട്ട ഹൈന്ദവരായ ആൾക്കാരാണ്. അവരുടെ കാശാണ് ഇവ വാങ്ങിവിടുന്നത്. എന്നിട്ട് അവരുടെ സ്ഥിരം പരിപാടിയാണ് തുണി പൊക്കിയ കൊല്ലുന്നില്ലേ, കാഫിറുകളെ കണ്ട കൊല്ലണ്ടേ. ഇത് എല്ലാ വീഡിയോയിലുണ്ട്. ഇതില്ലാതൊരു പരിപാടിയില്ല. കാരണം ഈ വീഡിയോ അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഈ 2 വാക്ക് ഉപയോഗിക്കണം. അപ്പോൾ കോമൺ സെൻസ് ഉള്ളവർക്ക് ചിന്തിക്കേണ്ട കാര്യമേ ഉള്ളൂ. ഒരു തീവ്രവാദി ഗ്രൂപ്പ് വന്നിട്ട് നമ്മുടെ ഇന്ത്യൻ്റെ അകത്ത് എല്ലാ മനുഷ്യരെയും കൊല്ലാൻ പറ്റില്ല. അപ്പോൾ അതിനെ അവർ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് കലാപം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത കാര്യം പോലും ഇവൻ നിരന്തരം ഇപ്പോഴും മുസ്ലിങ്ങൾക്കെതിരെ ആ വാക്കിനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. നാളെ ഇതേപോലെ മുസ്ലിങ്ങളെ ആക്രമിച്ചോട്ടെ ഉണ്ട്. അപ്പം എന്തായാലും ഒരു ദിവസം മുസ്ലിങ്ങൾ എല്ലാം പാടെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്തുകൊണ്ട് പ്രതിഷേധിക്കാത്തതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിലൂടെ പറയാം.